ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. യുഗങ്ങളിയുടെ ക്രിസ്തു ഭാഗം 18. തുടർമാനമായി പുരാതന എബ്രായരുടെ അഭിപ്രായത്തെക്കുറിച്ചും മോശയ്ക്ക് ശേഷമുള്ള അഭിപ്രായത്തെക്കുറിച്ചും പ്രവാചകങ്ങളുടെ അഭിപ്രായത്തെക്കുറിച്ചും നാം കേട്ടു. അതുപോലെ പ്രവാസാനന്തരമുണ്ടായ അഭിപ്രായം നോക്കുകയാണെങ്കിൽ പ്രവാസത്തിന് ശേഷം ഇസ്രായേലിയർ അന്യദേവന്മാരെയും വിഗ്രഹാരാധനയെയും അശേഷം ഉപേക്ഷിച്ച് യഹോവയുടെ വചനം, ജ്ഞാനം മുതലായവയെ വിവരിച്ച് പഠിച്ചു. പിൽക്കാലത്ത് യേശുവിൻ്റെ ഉപദേശം ഗ്രഹിക്കുന്നതിന് ഒരുക്കമുള്ളവരായി അവർ മാറി. അതുപോലെ പുതിയ നിയമത്തിൽ ദൈവം സർവശക്തനും എല്ലാവരോടും സ്നേഹമുള്ള പിതാവുമാണെന്ന് കാണിച്ചിരിക്കുന്നു. യേശു ഇപ്രകാരം ദൈവം തൻ്റെയും സർവ്വജനങ്ങളുടെയും വിശിഷ്യ തൻ്റെ ശിഷ്യന്മാരുടെയും പിതാവാണെന്ന് പരിപൂർണമായി ഉപദേശിച്ചു. ഈ സത്യത്തെ പ്രതിപാദിക്കുന്ന ചില വാക്യങ്ങൾ മത്തായി 6:9, ലൂക്കോസ് 6:35, യോഹന്നാൻ 20:17, അതുപോലെ അപ്പോസ്തലപ്രവൃത്തി 17:28, യാക്കോബ് 1:17, 1 പത്രോസ് 1:17 കാണാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെ സർവവും സൃഷ്ടിച്ചു സംരക്ഷിക്കുന്ന ഒരു ആദികാരനായ ദൈവമുണ്ടെന്നുള്ളത് സ്വാഭാവികമായി എല്ലാവർക്കും അറിവായി വന്നിരിക്കുന്നു. എന്നാൽ ചില നാസ്തികന്മാർ മാത്രം ദൈവമില്ലെന്ന് ശഠിക്കുന്നു. ഈ വ്യാമോഹത്തെ ദൂരീകരിക്കുന്നതിന് ചില ന്യായങ്ങൾ കൂടി പഠനമാക്കാം. കാരണം ഇല്ലാതെ കാര്യമുണ്ടാകില്ലല്ലോ. ലോകത്തിൽ പല വസ്തുക്കളും പദ്ധതികളും നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് അവയ്ക്ക് തീർച്ചയായിട്ടും ഒരു കാരണമുണ്ടായിരിക്കണം. ആ കാരണമാണ് ദൈവം. രണ്ടും ചേർന്നാൽ മൂന്നാകാത്തതുപോലെ ഇല്ലായ്മയിൽ നിന്നും യാതൊന്നും ഉണ്ടാകില്ല എന്നുള്ളതും യഥാർത്ഥമായ പ്രമാണം തന്നെയാണ്. പുകയുള്ളപ്പോൾ തീ ഉണ്ടായിരിക്കുമെന്നുള്ള അനുമാന പ്രമാണമനുസരിച്ച് സൃഷ്ടിയുള്ളപ്പോൾ സൃഷ്ടാവ് ഉണ്ടായിരിക്കണമല്ലോ. ദൃശ്യമായ ഈ ലോകത്തെ കൊണ്ട് അദൃശ്യനായ ദൈവത്തെ തെളിയിക്കുന്നതിനായി നോക്കൂ, തിരുവചനത്തിൽ പറയുന്നു, ഏത് ഭവനവും ചമപ്പാൻ ഒരാൾ വേണം, സർവവും ചമച്ചവനോ ദൈവം തന്നെ എന്ന് എബ്രായർ 3:4. ഈ വിസ്തൃതമായ ലോകം ഏറ്റവും നല്ല ക്രമീകരണത്തോടു കൂടെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ടും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന സർവ്വവസ്തുക്കളും പരസ്പരം അനുയോജ്യമായും സഹായകമായും വർത്തിക്കുന്നത് കൊണ്ടും ദൈവമുണ്ടെന്ന് തെളിയുന്നു. ചരാചരങ്ങളൊക്കെയും യാദൃച്ഛികമായി ഉണ്ടായി എന്ന് പറയുന്നത് കേവലം അജ്ഞതയാണ്. ഒരു ഗ്രന്ഥത്തിലെ ഏടുകൾ ഊരിയെടുത്ത് വിതറിയിട്ടാൽ അവ വായിപ്പാനുള്ള ക്രമത്തിൽ വീഴില്ല. അതങ്ങനെയാണെങ്കിൽ ഈ വിചിത്രതരമായ ലോകം ഇത്ര ക്രമാനുസൃതമായി ഒരുവനാൽ ഉണ്ടാക്കപ്പെടാതെ അതിന് സ്വയമേവ ക്രമപ്പെടുത്തുവാൻ കഴിയുമോ? യാദൃച്ഛികമായി ഉണ്ടായ ഒരു വീട് എവിടെയെങ്കിലുമുണ്ടോ? യാദൃച്ഛികമായി യാതൊരു ക്രമീകരണവും സാധ്യമല്ലാത്തതിനാൽ സദാ ക്രമാനുവർത്തിയായി സ്ഥിതി ചെയ്യുന്ന സൂര്യൻ, ചന്ദ്രൻ, ഭൂമി, നക്ഷത്രങ്ങൾ മുതലായവ എതിർച്ച അവ സ്വയം ഉളവായതല്ല. അമേയമായ ബുദ്ധിവൈഭവമുള്ള ഒരുവനാൽ നിർമ്മിക്കപ്പെട്ടതാണെന്നുള്ളത് നിസ്സംശയമാണ്. ആ ആളത്രേ ദൈവം. അതുപോലെ ഈ ലോകത്തിലെ സർവ്വവസ്തുക്കളും ഓരോ കാര്യത്തിനായി ഏതോ ഉദ്ദേശത്തോടു കൂടെ സ്ഥാപിതമായിരിക്കുന്നത് കൊണ്ടും ദൈവമുണ്ടെന്ന് തിരുവചനത്തിൽ വ്യക്തമാക്കുന്നു. കാണുക, ഓരോ വസ്തുവും വെറുതെയല്ല, ഓരോ പ്രയോജനം കരുതിയാണ് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത്. ലോകത്തിലെ വസ്തുക്കളിൽ ചിലത് ബുദ്ധിയുള്ളതും ചിലത് ബുദ്ധി ഇല്ലാത്തതുമാണ്. ചില ബുദ്ധിയുള്ള വസ്തുക്കൾ തന്നെയും അവിചാരിതമായും സ്വാഭാവികമായും പ്രവർത്തിച്ചു വരുന്നു. ദൃഷ്ടാന്തമായി മനുഷ്യൻ താൻ കഴിക്കുന്ന ഭക്ഷണം ഇന്ന വിധത്തിൽ ദഹിക്കണമെന്നും ഇന്ന വിധത്തിൽ അതിൻ്റെ സാരം അവയവങ്ങൾക്ക് വിഭജിച്ച് കൊടുക്കണമെന്നും കരുതുന്നില്ലല്ലോ. അതുകൊണ്ട് ഇമാതിരി കാര്യങ്ങളെ ക്രമപ്പെടുത്തുന്നതിന് ഒരു കാരണം തന്നെ വേണം. ആ കാരണമാണ് ദൈവം. തുടർന്നടുത്ത ഭാഗത്തേക്ക് വരാം.